Hello friends, welcome to 𝙑𝙗𝙙𝙬𝙧𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മുടെ OnePlus Nord CEന്റെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മുടെ ഈ TWSന്റെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു 10 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതറിയായിരിക്കും നമ്മുടെ OnePlusന്റെ പുതിയതായിട്ട് റീസെൻ്റ്ലി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു TWS ആണ്, വയർലെസ് TWS ആണ്. 2200 റേഞ്ചിൽ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ആക്ച്വലി ഗ്രേ കളറാണ്. ഉണ്ട് ഗ്രേ കളർ നമുക്ക് രണ്ട് കളറിൽ അവൈലബിൾ ആണ്, ഗ്രേയും വൈറ്റ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക വൈറ്റ് ഗ്രേ ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്ലോസി ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചളി കഴിഞ്ഞാൽ കളറൊക്കെ മാറും, വൈറ്റ് ആണെങ്കിൽ. ഇതാണെങ്കിൽ തന്നെ കോറിൽ വരാൻ ചാൻസ് കൂടുതലാണ്, പക്ഷേ ചളിയായിട്ട് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്രേയിഷ് കളറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ഭയങ്കര ഒരു ചെറുതാണ്. പക്ഷേ പിന്നെ ഒരു കുഴപ്പമുണ്ട്, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് റീബ്രാൻഡാന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പോൻ്റെ റീസെൻ്റ്ലി Air 2 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതേ സംഭവം തന്നെയാണ് ഇത് ആക്ച്വലി റീബ്രാൻഡ് ഇറക്കിക്കുന്നതുകൊണ്ട്. സൗണ്ട് ക്വാളിറ്റി അതും സൂപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. എന്ന് വെച്ചാൽ പക്ഷേ ബിൽഡ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ സൂപ്പറാണ്, ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. എന്തായാലും ഒരു 5000 രൂപയുടെ ഒരു റേഞ്ച് നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് എന്തായാലും ഇത് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഓവറോൾ ഒരു ഷേപ്പും അതുപോലെ തന്നെ കംഫർട്ടബിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബഡ്സിൻ്റെ കംഫർട്ടബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 100ൽ ഞാൻ ഒരു ആക്ച്വലി ഒരു 70% 80% കൊടുക്കുക. എന്ന് വെച്ചാൽ അത് നമ്മുടെ സിലിക്കോൺ ബഡ് ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ നമ്മുടെ എയർപോർട്ട് 2 ഒക്കെ ആ സ്റ്റൈലാണ്, കണ്ടോ, അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇത് ചിലവർക്ക് പറ്റില്ല, ചിലവർക്ക് പറ്റും. പക്ഷേ ഇതിൻ്റെ ശരിക്കും ആക്ച്വലി എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സൗണ്ട് ക്വാളിറ്റിയിലേക്ക് പോകാം. സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി കേട്ടോ. ബാസ് സൂപ്പറായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെവിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാസ് സൂപ്പറായിട്ട് ഫീൽ ചെയ്യും. പറയുമ്പോൾ ഇത് സീലിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല, എന്നാലും ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി അല്ല, സൗണ്ട് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, സൗണ്ട് ക്വാളിറ്റിയാണ്. എന്താ വെച്ചാൽ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. 2200 നമുക്ക് ആക്ച്വലി നമ്മുടെ OnePlusന്റെ 5000 രൂപയുടെ ബഡ്സ് ഉണ്ടല്ലോ, അതേ സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. ആകെ ഒരു സംഭവം എന്ന് വെച്ചാൽ ലയൻസി ഉണ്ട്, ഇത് ലയൻസി ഇല്ല. അങ്ങനെ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ആട്ടോ. സൗണ്ട് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൊട്ടി എടുത്തോ. പക്ഷേ ഈ ഒരു ഡിഫറൻസ് സിലിക്കോൺ ടിപ്പല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ കോൾസിൻ്റെയും ഗെയിമിങ്സിൻ്റെയും കാര്യങ്ങളാണ്. നമുക്ക് ആക്ച്വലി ഇതിലൊരു എന്താ പറയുക, ഒരു ലോ ലാറ്റൻസി മോഡ് ഉണ്ട് ഇൻബിൽഡായിട്ട് തന്നെ. പിന്നെ അത് നമുക്കത് കഴിഞ്ഞിട്ട് പറയാം ഉണ്ട്. പക്ഷേ ഗെയിമിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ഗെയിമിങ് കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം ഗെയിം കളിക്കാനൊന്നും കുഴപ്പമില്ല. ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാവും. പക്ഷേ അത് ഫീൽ ചെയ്യില്ല. നോർമൽ ഗെയിമിങ്ങൊന്നും കുഴപ്പമില്ല, കണ്ണുമുട്ടി എടുക്കാം. പിന്നെ കോൾ ക്വാളിറ്റിയാണ്. കോളിന് നമുക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് തന്നെ തരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നു, ഇൻഡോറും ഔട്ട്ഡോറും നോക്കിയിട്ടുണ്ടെന്നു. നല്ല ബിസി റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണ്ട, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ സാധാ ഒരു നോർമൽ ഔട്ട്ഡോറിൽ അല്ലെങ്കിൽ നിങ്ങൾ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻഡോർ അതൊക്കെ സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അപ്പുറത്തെ ആൾക്കാർക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ വോയിസ് ചേഞ്ച് ആവാണ്ട് തന്നെ അതേ ടോണിലൊക്കെ നല്ല കിട്ടുന്നുണ്ട്, അതൊന്നും ഇഷ്യൂ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് Type C പോർട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് OnePlusന്റെ ചാർജർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അടിച്ചു പോകാം. നിങ്ങൾ പിന്നെ അത്യാവശ്യം മാത്രം ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഫാസ്റ്റ് ചാർജറും മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. അത് ഏത് OnePlus അല്ല, ഏത് ഇയർബഡ് ആയാലും ഫാസ്റ്റ് ചാർജർ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. നോർമൽ ഒരു 10 വാട്ട് വരെയുള്ള ചാർജർ മാത്രം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇനി എന്താ പറയാനുള്ളത്, നമ്മളെന്തായാലും എല്ലാം പറഞ്ഞില്ലേ. പിന്നെ ഒരു കോൺ പറയാനുള്ളത്, നമ്മുടെ OnePlusന്റെ ഫോണിൽ ചില OnePlusന്റെ ഫോണിൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഈ ഫീച്ചേഴ്സ് എന്നല്ല, നമുക്ക് ഓപ്ഷൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ ആക്ച്വലി നമ്മുടെ ഇതിൽ കിട്ടുന്നില്ല ഓപ്ഷൻസ്. ഇപ്പോൾ OnePlusന്റെ ഫോണിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺ എനിക്ക് ആക്ച്വലി വേറെ കുറച്ച് പേരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അടുത്ത അപ്ഡേറ്റിൽ ശരിയാക്കുമെന്ന് പറഞ്ഞ ഫേംവെയറിൽ. അപ്പോൾ എനിക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ നമുക്കിപ്പോൾ ഒരു ചേഞ്ച് നമുക്കിപ്പോൾ അതിൻ്റെ ഫീച്ചറിലോ അല്ലെങ്കിൽ ഓപ്ഷനിലോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഈക്വലൈസർ മാറ്റാൻ പറ്റുന്നില്ല, ടച്ചിൻ്റെ സംഭവം ഒന്നും ഫീച്ചർ നമ്മുടെ ആപ്പിൽ കാണിക്കുന്നില്ല. ഡയറക്റ്റ് നോർമൽ നമ്മുടെ ബ്ലൂടൂത്ത് ഓപ്ഷനിൽ മാത്രം നമുക്ക് AC ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. അതൊരു കോണാണ്. അതെനിക്ക് തോന്നുന്നത് എന്തോ ബഗ്ഗോ എന്തോ സംതിങ് ആണ്. പുതിയ OnePlusന്റെ ഫോണിൽ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഒരു 1 ഇയർ ആയുള്ള അല്ലെങ്കിൽ 6 മാസം മുമ്പത്തെ ഫോണുകളൊന്നും കാണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അപ്ഡേറ്റിൽ ശരിയാക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വലിയ
എന്താ പറയുക അർജൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പാട്ട് കേൾക്കാനാണ് നോർമലി ഉപയോഗിക്കാറ്. പിന്നെ ടച്ച് കൺട്രോളും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു സൗണ്ട് വരും, നമ്മൾ ഇന്നൊരു സാധനം ടച്ച് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഈസിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, അതുപോലെ തന്നെ സിംഗിൾ ടാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോൾ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ കറക്റ്റാണ്. അതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ലോങ് യൂസ് ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് കംഫർട്ടബിലിറ്റിയാണ്, നമുക്ക് എടുക്കാനുള്ള കംഫർട്ടബിലിറ്റി. അതായത് നമ്മുടെ കേസിൽ നിന്ന് നമുക്ക് എടുക്കാൻ എളുപ്പമാണ്, അതായത് നമുക്ക് സുഖമായിട്ട് എടുക്കാൻ കണ്ടു. പിന്നെ ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സിലിക്കോൺ ടിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ വഴുക്കലൊക്കെ വേണമെങ്കിൽ വരാം. എന്താ വെച്ചാൽ ഒരു ഗ്ലോസി ഫിനിഷാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ പിന്നെ എടുക്കാൻ കുറച്ച് പാടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് എടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓവറോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു LED ലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ലൈറ്റ് വെക്കായിരുന്നു, ഇതിൻ്റെ ചാർജിങ് കറക്റ്റായിട്ട് അറിയാം. ഇതിൻ്റെ എന്താ പറയുക, ഈ ലിഡ് ക്വാളിറ്റി സൂപ്പർ തന്നെയാണ്. ഞാൻ ബിൽ ക്വാളിറ്റി ഓൾറെഡി പറഞ്ഞു സൂപ്പറാണെന്ന്. ഇഷ്യൂ ഒന്നുമില്ല, ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഇതിൽ ഇഷ്ടമായത് ഇതിൻ്റെ ഒരു എന്താ പറയുക പോർട്ടബിലിറ്റിയാണ്. എന്താ വെച്ചാൽ ഭയങ്കര ചെറുതാണ്, പോക്കറ്റിലിട്ടാലൊന്നും അറിയില്ല. അതുപോലെ തടി അധികം ഇല്ല, ഒരു പെബിൾ സ്റ്റൈൽ സംഭവമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഒരു 2200, 2300 ആ റേഞ്ചിലൊക്കെ ഒരു നോർമൽ TWS നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടിയെടുക്കാം. പ്രത്യേകിച്ച് OnePlus യൂസർ ആണെങ്കിലും, ഒപ്പോൻ്റെ യൂസർ ആണെങ്കിലും, റിയൽമിയുടെ യൂസർ ആണെങ്കിലും, വിവോയുടെ യൂസർ ആണെങ്കിലും കണ്ണും പൊട്ടിയെടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളൊന്നും മിസ്സായിട്ടില്ല വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം റിപ്ലൈ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലും കോൺടാക്ട് ചെയ്യാൻ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.